വിദേശ സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരീബിയൻ രാഷ്ട്രമായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കാലാതീതമായ നാഗരികതയുടെ സന്ദേശവാഹകരാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. പിആർകോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസറും കരീബിയൻ രാഷ്ട്രത്തിലെ 38 മന്ത്രിമാരും 4 പാർലമെന്റ് അംഗങ്ങളും ചേർന്ന് നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ വംശജരായ 6ാം തലമുറ വരെയുള്ള പൌരന്മാർക്ക് ഇപ്പോൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുകൾക്ക് അർഹതയുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പോർട്ട് ഓഫ് സ്പെയിനിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ പ്രവാസികളുമായി ബന്ധിപ്പിക്കുന്ന ആഴത്തിലുള്ളതും വൈകാരികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞു. ഇന്ത്യൻ വംശജരായ സമൂഹത്തെ അവരുടെ പൂർവിക ഭൂമി സന്ദർശിക്കാനും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. Visit the villages of your ancestors. Walk the soil they walked on. Bring your children, bring your neighbors. Bring anyone who enjoys chai and a good story. We will welcome you all with open arms, warm hearts and jalebi. ഇന്ത്യയുടെ ഭരണം പരിഷ്കരിച്ച പരിവർത്തന ശക്തി എന്നാണ് പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേശ്വർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത്. Prime Minister Modi, you are a transformational force who has refined governance of India and positioned your country as a prominent and dominant global power. അത്താഴ വിരുന്നിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പകർപ്പ് പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേശ്വറിന് സമ്മാനിച്ചു. സരയൂ നദിയിൽ നിന്നും പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ നിന്നുമുള്ള പുണ്യജലവും പ്രധാനമന്ത്രി സമ്മാനിച്ചു. ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഇടയിലുള്ള ആഴത്തിലുള്ള സാംസ്കാരികവും ആത്മീയവുമായ ബന്ധത്തെ അടയാളപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.